നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിളിന്റെ പുതിയ വീഡിയോ കലാക്ഷതും. ഇന്നത്തെ ഒരു ഡേം ലൈഫ് പറയാൻ പറ്റില്ല, നമ്മുടെ ഹാഫ് ഡേം ലൈഫ് തേങ്ങയുടെ അമ്മൂമ്മയാണ് കളിക്കുന്നത്. ഇന്ന് നമ്മൾ ഹാഫ് ഡേ ആണ് ഗൈസ്. നമ്മൾ രാവിലെ ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ താഴെ പോവാണ്. ഇന്ന് നമുക്ക് കുറെ പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു ഡേ ഹാഫ് ഡേ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത് ബ്ലോഗ്. പക്ഷേ ഈ ഹാഫ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും തുടങ്ങിയത് 9 മണിക്കാണ്. 9 മണിയല്ല, 10 മണി കഴിഞ്ഞു. അപ്പൊ ഹാഫ് ഡേ ലൈഫ് കേസ്, കാരണം 10 മുമ്പ് വരെ കുറെ കാലം ഉൾപ്പെടുത്താണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിയില്ല. അപ്പൊ ഡേ ലൈഫ് കൂടാനില്ല, ഹാഫ് ഡേ അവർ ലൈഫാണ്. അതാണ് എന്റെ അമ്മയും പറയുന്നുണ്ട്. പോവാം കേസ്, നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് നമ്മൾ താഴത്ത് പോകണ കാര്യം എന്തൊക്കെയാണെന്ന് ശ്രുതി പറഞ്ഞുതരും. ഇനി അങ്ങോട്ടുള്ള എല്ലാ വിശേഷവും ഉൾപ്പെടുത്തുന്നു. വൈകിട്ട് അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട്, എല്ലാവരും ഫുള്ളായിട്ട് കാണാം. പിന്നെ മെയിനായിട്ടും അമ്പലത്തിലെ പരിപാടിയുടെ പാട്ടൊക്കെ മാറി വേറെ വല്ല പാട്ടൊക്കെയാണ്. ഒന്നും തോന്നുന്നത് കോപ്പറേറ്റ് അടിച്ച് മാറിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ കോപ്പറേറ്റ് പണി കേസ്, യൂട്യൂബ് കോപ്പറേറ്റ് പണിയാണെങ്കിൽ ആ പാർട്ട്ണർ വേറെ വല്ല പാട്ടായിരിക്കും യൂട്യൂബ് എനിക്ക് സജസ്റ്റ് ചെയ്യുക. അപ്പം അതായിരിക്കും ആഡ് ചെയ്യുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പാട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ തോന്നരുത്. അപ്പോൾ നമുക്ക് പോവാം. അതാണ് രണ്ടുപേരും ഏകദേശം ഒരേ കളറിനുള്ള ഡ്രസ്സാണ്. രണ്ടും തന്നത് ഒരേ ആളാണ്, കൃഷ്ണ ചേച്ചിയാണ്. അപ്പൊ കൃഷ്ണ ചേച്ചിക്ക് താങ്ക് യു സോ മച്ച്. നമുക്ക് ഡ്രസ് തന്നതിന്. നമുക്ക് എന്റെ ഡ്രസ് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിഷുവിന്റെ ഡ്രസ്സ് നിഷു ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ അല്ലേ? അടിയിൽ നിക്കർ ഇട്ടിട്ടുണ്ട്, നിക്കറല്ല പാന്റ് ഇട്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ കേസ് നമ്മൾ മല ഇറങ്ങി പോവാണ്. പിന്നെ ചേച്ചിയുടെ വന്നിട്ടുണ്ട്. അവർ നമ്മൾ എടുത്ത് വെച്ച് ഉറപ്പാലൊക്കെ എടുത്ത് ഷീറ്റ് നിറയിക്കുകയാണ്. അപ്പോൾ അവരുടെ പണിയോടെ നടത്തുകൊണ്ടിരിക്കുക. നമ്മൾ പതൊക്കെ നടന്നു. അതാണ് സാംസങ്ങിൻ്റെ എക്സ്പീരിയൻസ് സെയിൽ. സാംസങ്ങിൻ്റെ കവറൊക്കെ വാങ്ങിച്ചിട്ടാണ് ശ്രുതി പോകുന്നത്. ആ കവറിൽ വരുത്തേക്കണത് കുപ്പിയാണ്, പായസം ആയിട്ട്. അപ്പോൾ കേസ് നമ്മൾ നടന്ന് പോവാണ്. പിന്നെ വേറെ പ്രശ്നമുണ്ട്. ഇന്നലെ നമ്മൾ മണിപ്പൂട്ടി പോയില്ലായിരുന്നു. മണിപ്പൂട്ടി താഴെയാണ് ശരിക്കും എൻ്റെ നിമിഷം. ആ വീടാണ് മണിപ്പൂർ, മഞ്ഞ വീടാണ് മണിപ്പൂർ ഉണ്ടായ വീട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ അയൽവാസികളാണ്. നമുക്ക് ഇന്നലെ അമ്പലത്തിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഇന്ന് അമ്പലത്തിലേക്ക് പോകേണ്ടി വരും. നമ്മൾ മണിപ്പൂട്ടി പോയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. നിഷു നദി കൂടെ വന്നത്. അവരൊക്കെ വീഡിയോ കണ്ടാണല്ലോ നിഷു അല്ലേ? അപ്പോൾ കേസ് നമ്മൾ നടന്നു ആറ്റിനോട് ആറ്റിനങ്ങോട്ട് പോകുന്നില്ല അല്ലേ നിഷു? നമ്മൾ ആറ്റിന് അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇതിൽ കൂടെ പോകുന്നത്. ചേച്ചിയുടെ കൂടെ ഇവിടെയാണ്, ഇതിൽ കൂടെയാണ്. ചേച്ചി വീട് മാറി, പരുത്തിക്ക് ജംഗ്ഷനിൽ വീട് മാറി ഇങ്ങോട്ടൊക്കെ ആയി. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. അവരുടെ വീട്ടിൽ പോയിട്ട് ബാക്കി വിഷയം പറയാം. അവിടെ പോയിട്ട് പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരോട് കുറച്ച് നിഷു കളിച്ചിരിക്കും. നിഷുവിന് പിള്ളേർ പ്രാന്താണ്, അത് വേറെ കാര്യം. നമുക്ക് കൊച്ചുങ്ങളില്ലാത്ത വിഷമം നമുക്കുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ലൈഫൊന്ന് കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷെ വെയിറ്റ് ചെയ്ത് അവസാനം ലൈഫ് കളറാകുമ്പോൾ കൊച്ചില്ലാതാവോ കൊച്ചാവാതെ ആവുമെന്നൊരു പേടി നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്തെങ്കിലും അതൊക്കെ പിന്നെ പ്ലാൻ ചെയ്യാം. ഇപ്പം നമ്മൾ പ്ലാനില്ല. ഇപ്പം നമ്മൾ രണ്ടാളും തന്നെ 4 വർഷം നിൽക്കാനായിട്ടില്ല ഇല്ല നിഷു? അങ്ങനെയൊക്കെ നമുക്ക് മക്കളും കൂടെയൊക്കെ ബുദ്ധിമുട്ടാവും. നമ്മളെന്തായാലും അങ്ങോട്ട് ചേച്ചിയുടെ വീട്, പിന്നെ അപ്പുറത്തെ വീട്, പിന്നെ അടുത്ത് തന്നെയാണ്. ആദ്യം കൂടെയും പോവാം, ഇതിൽ കൂടെയും പോവാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ ഇതാണ് ചേച്ചി ഇപ്പം പുതിയതായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്നത്. ആർജി ഇവിടെ ഒന്ന് പടിക്കെട്ടിലിരിപ്പാണ്. ഇവിടെ ഇങ്ങനെ കിണറൊക്കെയാണ്, പൊളിയാണ് കേസ്. ഇവിടെ രസമുണ്ട്. ഇങ്ങനെ എന്നാൽ റോഡ് കാണാം. ചക്ക കണ്ടു കേസ്, ചക്ക. അതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരാൾ ആറ്റിൽ നിന്ന് തുണിയൊക്കെ അലക്കി ഇവിടെ കൊണ്ടൊന്ന് വിരിക്കുക കേസ്. ആ ബക്കറ്റ് ചുവന്നോണ്ട് തുറച്ചത്. ആർജി ഇവിടെ ഹോസ്പിറ്റലാണ്. ഇത് പിള്ളേരുടെയൊക്കെ ട്രോഫിയാണ് കേസ്. ചേച്ചീൻ്റെ വീട്ടിൻ്റെ ഒക്കെ ഇതൊക്കെയാണ്. ഇതാണ് മുറി. എന്ത് രണ്ടും കൂടി സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഫോണിൽ കുളിച്ചിരുന്നു. അതാണ് അമ്മയുടെ ട്രോഫിയാണ്. കിച്ചണൊക്കെ ഇത്രയേ ഉള്ളൂ. ട്രോഫി കണ്ടോ? അടിക്കി 2 പേരുടെ ട്രോഫി ഉണ്ട് ഗൈസ്. അങ്ങനെ സ്കൂളിൽ നിന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങി ഇപ്പം വാടാ വാ, നമ്മളിറങ്ങി പോവാം. നടന്നാണ് പോണ ഗൈസ്. ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ അംഗൻവാടി. ഇപ്പം ആർട്സ് ഗ്രന്ഥശാല, കേരള ആർട്സ് ഞങ്ങൾ അംഗൻവാടി എന്നേ പറയുള്ളൂ. അതാണ് നമ്മളെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ. പാറ കൂടി ഒഴുകി ഇങ്ങനെ വരും ഗൈസ്.
നമ്മൾ നടന്നത് ഇതുവഴി വന്നിങ്ങനെ പൊളി അടിപൊളി. നമ്മൾ നടന്നാണ് വന്നത് ഗൈസ്. കാട്ടിനിടയിലൊക്കെ ക്യൂബ് ആയി പോണേ കണ്ടോ നമ്മൾ വഴി വരിക. കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. ആർജദേവി ബാക്കിൽ നിന്ന് ഗുഹ. കൊച്ചു പേടിച്ചിട്ട് ഓ മൈ ഗോഡ്, ഇവിടെ എത്തിയതേ ഉള്ളൂ. അതന്നെ നമ്മൾ നടന്ന് ഈ തളപ്പറ്റി നടന്നു. അമ്പലത്തിൻ്റെ അവിടെ എത്താൻ പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ നടന്ന് അമ്പലം കണ്ടു ഗൈസ്, അമ്പലം കണ്ടു. ഓ മൈ ഗോഡ്, മടുത്ത് നടന്നു. ചേച്ചി ഇവിടെ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വാങ്ങിച്ച് കഴിച്ചില്ല. ആദ്യം കഴിക്കുന്നുണ്ട്. ഉണ്ണി ഇരിക്കുന്നു, കണ്ണന്തോ ഇരിക്കുന്നു. കഴിക്കട്ടെ എല്ലാവരും, ഞാനും കഴിക്കട്ടെ. അപ്പോൾ ചേച്ചി വന്നിരിപ്പുണ്ട്. ചേച്ചി കഴിക്കാൻ വേണ്ടി പോവാണ്. നിഷനിക്ക് കറി വാങ്ങാൻ വേണ്ടി പോയതാണ്. കറി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കഴിക്കട്ടെ. അങ്ങനെ നിഷ കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ പായസം വാങ്ങാൻ എടുത്ത പായസം ഗ്ലാസ്സിൽ ചോറ് കഴിക്കാനായിട്ട് കൈകത്തി പായസം. എന്തായാലും നിഷ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിച്ച് പകുതിയാ പറയും. കഴിച്ചിട്ട് നമുക്കൊന്ന് നേരെ പോകാനായിട്ട് കുറച്ച് പേടിയൊക്കെയുണ്ട്. അപ്പം കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതായി പോവുകയാണ്. ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആഹാരം കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ പായസം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും പോവാം, വീട്ടിൽ പോവാം. ആദ്യം എവിടെ വെള്ളം കണ്ടാലും പോകുന്നതായി പോകണം. പിള്ളേർ ഇതുവരെ രണ്ടും കൂടി അവിടെ പോയി ഇരിക്കുന്നു. ആദ്യതേ പോണു. ഒരാളോട് തറയിൽ പോകുന്നുണ്ട്, തറയിൽ കുത്തിയിരിക്കുന്നു. എല്ലാവരും പോയിട്ട് വരട്ടെ. ഒരാളുടെ ഫോൺ വിളിച്ച് ഹലോ ഹലോ ഹലോ. കാര്യം കെട്ട് പൈസ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ് നമ്മൾ പോവേണ്. നേരത്തെ ഇവിടെ നിന്ന് കയറുന്നേ ഉള്ളൂ. പറ്റത്തിൻ്റെ സങ്കടം, പിള്ളേർ കയറിയില്ല. അപ്പം പോവാം. നമ്മൾ വേറെ കാട്ട് വഴി പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി സ്ഥലം. വണ്ടിയും കൂടി വരാനെങ്കിൽ പൊളിയായിരുന്നു. ഇത് കണ്ടോ റബ്ബർ. ഈ റബ്ബർ തോട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗി അല്ലേ. പാറക്കെട്ടൊക്കെയുണ്ട്. പാറ ഉണ്ടോ, വലിയ പാറയൊക്കെ നോക്കി. അവിടെ ഒരു വലിയ പാറ. ആട്ടുംകുട്ടി ആരല്ല കാണും കാണും. അത് നമുക്ക് വീട്ടിൽ പോകാൻ സംസാരിച്ച് വരുന്നു. അവിടെ ഒരെണ്ണത്തിന് കാണാനില്ല. ഉണ്ട് ബാക്കിൽ കണ്ടോ വരുന്നു. ഇപ്പം വീട്ടിൽ പോവാം. അപ്പോൾ കഴിഞ്ഞ് ആദ്യം മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാത്റൂമിലൊക്കെ പെരിക്കണം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ. ഗൈസ്, ഇവള് പായസം കുടിച്ചാണ്. ഞാൻ കിടക്കുന്ന സമയം കൊണ്ട് പായസം കുടിച്ച് കുടിച്ച് തീർത്തു ഗൈസ്. എന്നിട്ട് നൈസിന് എനിക്ക് വീണ്ടും ഗ്ലാസ് കൊടുത്തിട്ടാണ് ഗൈസ്. മേക്കപ്പ് വേണ്ടി ഒന്നാൾ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബാറ്റ് നിൽക്കണം. നിശ്ചയത്ത് മാങ്ങിയറായിരുന്നു. അപ്പോൾ ഇപ്പം ബോളിയാണ് ബോൾ. തേങ്ങ ഒറ്റ മൈലി കണ്ട സങ്കല്പത്തിലാണ്.
ലോക പൊട്ടെന്നാണ് ലോക പൊട്ടെന്ന് വിക്കറ്റെടുക്ക് വിക്കറ്റെടുക്ക്. നിഷ് ഫുള്ള് നോ ബോളും വൈറ്റ് ബോളാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ബോൾ ഇറങ്ങി തേങ്ങ എത്തി ഫീൽഡേക്കാണ്. ഇപ്പോൾ കൊണ്ടുപോയാണ് വിക്കറ്റ് ജസ്റ്റ്. അപ്പുറത്തെ ആള് വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ചിട്ട്. തല നല്ല ക്ലീനാണ്. വാച്ചേ 10-30 വയസ്സാണ്. ക്രിക്കറ്റിലേക്ക് 6-7 വിക്കറ്റ്. അടുത്ത തേങ്ങ വീണ്ടും പോണത് ഉണ്ടില്ല. തേങ്ങയേറ് കൃത്യമായിട്ട് തോന എടു തൊട്ടേറ്റ് മൂക്കിലൊക്കെ വച്ചേറ്റ് നെറ്റിയിലും കരവിലേക്ക് പറ്റിയ ഗേറ്റ് മുട്ടി ഔട്ടായി. ചെമ്മി തട്ടിയാണ് ചെമ്മി തട്ടിയ ഇനി അടുത്ത നിമിഷം ബോളിംഗ് ബാറ്റിംഗ് ആണ്. അടുത്ത ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ബാറ്റിംഗ് ശിവന ബോളിംഗ്, നിഷു ബാറ്റിംഗ് ആണ്. ഫോണേ ഇന്നലെ തൊട്ട് ഞാൻ ഇത്തിരി ചാർജ് മെനിഞ്ഞാന്നേട്ട ഇത്തിരി ചാർജ് ചെയ്തത് 200 രൂപ തരാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ പെർസെന്റേജ് മാറ്റാൻ ഇപ്പൊ ചാർജ് ഞാൻ പൈസ കൊടുത്തോളം ഫോണിൽ കൊടുത്തേ. ഇത് ഭയങ്കര കളിക്കണേ ചേച്ചി ബോൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബോൾ കൈ സ്വന്തം കണ്ടെടുത്ത് സ്വന്തമായിട്ടങ്ങനെ അടിക്കട്ടെ, സ്വന്തമായിട്ട് അടിക്കട്ടെ. നിഷു ഔട്ട്.
ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം പണി നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ കൊണ്ടുവന്ന് പോത്തിനെ കെട്ടിയിട്ടിരിക്കുന്നു. കാണുന്നുണ്ട് നിങ്ങൾ? പോത്തിനെ കെട്ടിയിരിക്കുന്നത് ഇരുട്ടായിട്ടാ. പാല് കണ്ടപ്പോൾ ആദ്യം വെച്ച് നീർക്കാക്കുന്നു, പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത് പോത്തുന്ന്. ചിരിച്ചു കാണിക്കുന്നു. ശരിക്കും നല്ല ഇരുട്ടായിട്ടാ നമ്മുടെ. എന്തായാലും നമ്മൾ നടന്ന് പോവേന്ന് ഗൈസ്. പോത്തിനെ കണ്ട് നല്ല ഇരുട്ടായിട്ടാ. വെട്ടത്തിലാണ് പോണത്. എന്ത് വെട്ടം? സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ. പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇവൻ്റെ അമ്മ, അതായത് ശ്രുതിയുടെ മാമി വരാന്നുണ്ട്, വന്നില്ല. പുള്ളിക്കാരി ഓട്ടോറിക്ഷയ്ക്ക് വേറെ വഴി കൂടെ പോയി, വേറെ ആളോടെ പോയി. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോകണം. നമ്മൾ ഉച്ചയ്ക്ക് വന്ന വഴി കൂടെ നടന്ന് തിരിച്ച് വീട്ടിൽ പോകണം അമ്പലത്തേക്ക്. അപ്പം തിരിച്ചല്ല, അമ്പലത്തേക്ക് പോകണം. അവിടെ പരിപാടി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. കോപ്പറേറ്റ് എടുക്കണമെങ്കിൽ പാട്ടൊക്കെ മാറും, ഒന്നും തോന്നരുത്. അപ്പോൾ നമ്മൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഫുള്ളായിട്ടും വ്ളോഗിൽ ആഡ് ചെയ്യും. അതിനുവേണ്ടി വേണ്ടിയിട്ട് ഇന്നത്തെ ഡയമണ്ട് ലൈഫ് എടുക്കുന്നത് തന്നെ. നാളെ നമ്മൾ ശിവരാത്രിയായിട്ട് അനുബന്ധിച്ചുള്ള വ്ളോഗ് അമ്പലത്തിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും. അത് ശിവരാത്രി വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യും. ഡയമണ്ട് ലൈഫ് അല്ല, അത് ശിവരാത്രി വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യും. അതിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക. നമ്മളിത് മെയിൻ റോഡ് കയറി ഇനി കുറച്ച് നടന്നാൽ അമ്പലത്തും. അപ്പം കഴിച്ച് നമ്മൾ നടന്ന് അമ്പലം എത്താറായി. ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് ലൈറ്റ്സ് കാണാനാണ് ഇഷ്ടം. അതിനാണ് ഞാൻ ശരിക്കും രാത്രി നടന്നു വന്നത്. എന്തായാലും പോയിട്ട് വരാം. താഴെ ചെല്ലുമ്പോൾ കോപ്പിറൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ വല്ല ഡിസ്കോ പാട്ടൊക്കെ വരും. നിങ്ങളൊന്നും വിചാരിക്കരുത്, അഡ്ജസ്റ്റ് ചെയ്യുക, കാണുക. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പൊളി 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 അടിപൊളി ഗൈസ്, അടിപൊളി. രാത്രി കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും ഒരു പ്രത്യേകത ഭംഗിയുണ്ട്. ഇവിടെ എന്തോ കുറി എഴുതുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചെടിയൊക്കെ ഉണ്ട്. അതെ അതെ. ആ ചേട്ടാ ഹായ് പറഞ്ഞിട്ട് ആദ്യം നോക്കാതെ പോയി. ഗൈസ് നല്ല രസമുണ്ട്. റബ്ബർ തോട്ടത്തിലൊക്കെ ലൈറ്റ് വെച്ചിങ്ങനെ കാണാൻ വേണ്ടി. ബ്യൂട്ടിഫുൾ. പിള്ളേരെ ഇന്ന് വേറെ ആരുടെയൊക്കെ ഡാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയിട്ട് വരാം. ആരുടെയൊക്കെ ആണെന്ന് അറിയത്തില്ല. എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് നിശ്വതി തോന്നാൻ വേണ്ടി പോയിട്ട് വരുന്നു. അപ്പോൾ ഗൈസ് ഡാൻസിൻ്റെ ആളൊക്കെ നിൽപ്പുണ്ട്. കുറച്ചിട്ട് അവിടെ നിൽപ്പുണ്ട്. വേറെയും പ്രോഗ്രാംസ് ഉണ്ട്, ഇഷ്ടംപോലെ പ്രോഗ്രാമുണ്ട്. മിക്കവാറും എല്ലാ പ്രോഗ്രാമായിട്ട് വീട്ടിൽ പോകും നമ്മൾ. ഗൈസ് ഭക്ഷണമൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുന്നു. വെള്ളം കൊണ്ടുവരുന്നത് വെള്ളം കൊണ്ടുവന്നു. നമുക്കിനി ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ഇവരെ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എന്നാലും എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒച്ചയ്ക്ക് കസാര വെച്ചോ? ഒരു കസാര എടുത്ത് വെക്കളാ. വെച്ചിട്ടിരുന്നു. കഴിച്ചു തുടങ്ങിയോ? വരാണ്ട് കഴിച്ചു തുടങ്ങിക്കോ. ഏത് ഇവരുടെ ഡാൻസ് അല്ലേ? തുടങ്ങിയാ വിളിച്ചാ? ഇവിടെ ഇല്ല, നീ കഴിച്ചോ. ഫൈനലി ആദ്യം ഫുഡ് കഴിച്ച് തുടങ്ങി. ഇന്ന് രാത്രി സായാഹ്ന ഭക്ഷണം ദോശ, സാമ്പാർ, ചമ്മന്തി, രസവള, പപ്പടം. എങ്ങനെയുണ്ട്? കണ്ണനുണ്ട് കൂടെ. എന്തായാലും നമുക്ക് കഴിക്കാം.
വളകളഞ്ഞേ പെണ്ണുമാലതിയേ മണിക്കിണക്കിളി വളകളഞ്ഞേ കേശാതെ നില്ലടി വെണ്ണേ കനകപ്പൊൻ വളയാൻ തരാം കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തും മുത്തും കൊണ്ടോല മോടം വഴിയെങ്കിൽ കൊണ്ടോല പാണ്ടി മംഗളം കൊണ്ടോല വട ജയിച്ചു വന്നത് കൊണ്ടോല വെള്ളത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളവും വെള്ളത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിര സൈഡിൽ നിന്ന് അത്രയും അറിയില്ല. സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അത്ര അറിയില്ല. നേരെ നിൽക്കണുണ്ടേ കണ്ണിന് ഭയങ്കര
കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ മുത്തിമാര നക്കറിവുമില്ലേ തിരിവുമില്ലേ നക്കറിവുമില്ലേ തിരിവുമില്ലേ 4,42 ഈശ്വരന്മാര് തുണയായി തന്നിരിക്കണം. കാട്ടില്ല കണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മവും അറിവില്ല തിരിവില്ല പൈതങ്ങള് ഞങ്ങളുടെ കർമ്മവും കൈപ്പറ്റണട്ടോ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റണട്ടോ എന്റെ പരപ്പൂപ്പന്മാരെ.
ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಾಮ ನಾರಗ ತೋಗೋ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಾಮ ನಾರಗ ತೋಗೋ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಯ್ಯಾರೋ ರಾಜಕುಮಾರಗ അപ്പം ഗായ്സ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. നല്ല തിരക്കുണ്ട്. നമ്മളെ ടീമൊക്കെ അതാ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, പോകുന്നേ ഉള്ളൂ. ആർജ അവിടെ നിൽക്കുന്നത്.
അപ്പൊ പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം, പോവാം. അപ്പം കഴിച്ചു അവരൊക്കെ അവിടെ പോയി എന്തൊക്കെ വട്ടസമ്മേളനം നടത്തേണ്ടോ, അവിടെ വട്ടസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ അതാ നമ്മളിവിടെ നിൽക്കുന്നത്. വാ ക്ലോസ് പുറ്റിരിക്കുന്നത്. ഇപ്പൊ ഫൈനലി നമ്മള് എല്ലാ പേരുടെയും വീട്ടിലെത്തി. നമ്മൾ മരണ വീട്ടിലും കയറിയിട്ട് വന്നത്. പിന്നെ അമ്പലത്തിൽ ഇനി കയറുള്ളൂ. നാളെ പോയാൽ അമ്പലത്തിൽ കുളിച്ചിട്ടല്ലേ നമ്മള് പോവുള്ളൂ. പിന്നെ അമ്പലത്തിനകത്ത് കയറുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മള് മരണോട്ടി കേട്ട വീട്ടിലെ നിർബന്ധിച്ച് വിളിച്ചപ്പോ നമ്മള് പോയതാ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ അതെ. പിന്നെ താഴെ രണ്ടാളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ താമസം അവിടുത്തെ എന്തെങ്കിലും വിശേഷം വരുന്നേക്കും. ബൈ ഫ്രം അജയ്. ബൈ.